എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ടെൻസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സാമാന്യ വർത്തമാൻ കാൾ അഥവാ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ആ വീഡിയോ കാണാത്തവർ ആദ്യം അത് കാണൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചാലു വർത്തമാൻ കാളിനെ കുറിച്ച് പഠിക്കാം. ചാലു വർത്തമാൻ കാൾ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയില്ലേ, അതാണ് ചാലു വർത്തമാൻ കാൾ. ഇതിനെ അപൂർണ വർത്തമാൻ കാൾ എന്നും പറയും. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടെൻസാണ് ചാലു വർത്തമാൻ കാൾ അഥവാ അപൂർണ വർത്തമാൻ കാൾ. ആദ്യം തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ചാലു വർത്തമാൻ കാളിനെ കുറിച്ച് പഠിക്കാം. ഇവിടെ നോക്കൂ, ഞാൻ എഴുതിയിരിക്കുന്ന നോക്കൂ, വാത്സണേ. വാത്സണേ എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നാണ് അർത്ഥം. ഇത് ആക്ഷൻ വേർഡ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വാക്കാണ്. വാത്സണേ എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് വേർഡാണ് അഥവാ മൂൾ ശബ്ദമാണ്. ഈ വാത്സണേ എന്ന വാക്കിനെ എങ്ങനെയാണ് ചാലു വർത്തമാൻ കാളിൽ ഉപയോഗിക്കുക, അത് ഉപയോഗിച്ച് ഈ വാത്സനെ എന്ന വാക്ക് ഉപയോഗിച്ചും കൊണ്ട് എങ്ങനെയാണ് അപൂർണ വർത്തമാൻ കാൾ അഥവാ ചാലു വർത്തമാൻ കാളിൽ സെൻറ്റൻസസ് ഫോം ചെയ്യുക എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ നേരത്തെ എല്ലാ ക്ലാസ്സുകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജെൻഡർ അനുസരിച്ചിട്ടാണ് വാക്കുകളിൽ മാറ്റം വരുത്തേണ്ടത് ഒരു സെൻറ്റൻസ് ഫോർമേഷൻ്റെ സമയത്ത് എന്ന്. അതായത് മെയിലാണ് സംസാരിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ആക്ഷൻ വേർഡ് യൂസ് ചെയ്യേണ്ടത്, ഫീമെയിലാണ് സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ആക്ഷൻ വേർഡ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പ്രോനൗൺസിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് വാക്കുകളിൽ എങ്ങനെ മാറ്റം വരുത്തണം, അപൂർണ വർത്തമാൻ കാളിൽ ഒരു സെൻറ്റൻസ് പറയാൻ എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ സാമാന്യ വർത്തമാൻ കാളിൽ പഠിച്ചതും ആ ക്ലാസ്സിൽ പഠിച്ചതും ഇങ്ങനെ തന്നെയാണ് ഫോർമേഷൻ. നമ്മൾ അവിടെയും ഇത് തന്നെയാണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ വാക്ക് ഞാൻ പറഞ്ഞു വാത്സണേ. വാത്സണേ എന്നതിൽ NE എന്ന ലെറ്റേഴ്സ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നോക്കിയോ നിങ്ങൾ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപൂർണ വർത്തമാൻ കാൾ അഥവാ ചാലു വർത്തമാൻ കാളിൽ സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ വാത്സ് എന്ന ആ മൂൽ ശബ്ദ് അത് അങ്ങനെ തന്നെ നിലനിർത്തണം. എന്നിട്ട് അപൂർണ വർത്തമാൻ കാളിൽ ചെയ്യുമ്പോൾ ATH എന്നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറാഠിയിൽ അത് ഉച്ചരിക്കുമ്പോൾ അത്ത് എന്നാണ് ഉച്ചരിക്കുക, വാത്സത്ത്. പിന്നെ ആഹേ. ആഹേ എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ വാത്സണേ എന്നത് വാത്സത്ത് ആഹേ എന്നാവും. വാത്സനെ വായിക്കുന്നു, വാത്സത്ത് ആഹേ വായിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വായിക്കുകയാണ് എന്നാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വായിക്കുന്നു എന്നത് സാമാന്യ വർത്തമാൻ കാൾ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. വാത്സത്ത് ആഹേ വായിക്കുകയാണ് എന്നത് കണ്ടിന്യൂസ് ആണ് അല്ലേ, അപൂർണാണ്. അപൂർണ വർത്തമാൻ കാൾ അഥവാ ചാലു വർത്തമാൻ കാൾ. ഈ വാത്സത്ത് ആഹേ എന്നത് പ്രോനൗണിൻ്റെ ടൈപ്പ് അനുസരിച്ച് മെയിലായാലും ഫീമെയിലായാലും വാത്സത്ത് ആഹേ എന്നാണ് പറയുക. അതേസമയം മറ്റ് പ്രോനൗണുകൾ വരുമ്പോൾ ഈ വാത്സത്ത് ആഹേ എന്നതിൽ മാറ്റങ്ങൾ വരും. അത് നമുക്കിനി അടുത്ത സ്ലൈഡ്സിൽ നോക്കാം. അപ്പോൾ വീണ്ടും പറയാണ്, അഥവാ ഒരു പ്രോനൗൺ മീ എന്ന പ്രോനൗൺ, മീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ. മീ എന്നത് ഒരു മെയിലാണെങ്കിൽ മീ വാത്സത്ത് ആഹേ ഞാൻ വായിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. വാത്സനെ എന്ന മൂൽ ശബ്ദിനെ ഉപയോഗിക്കുമ്പോൾ മീ വാത്സത്ത് ആഹേ എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഫീമെയിലായാലും മീ വാത്സത്ത് ആഹേ എന്നാണ് പറയുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അഥവാ അപൂർണ വർത്തമാൻ കാളിൽ ഞാൻ വായിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാൻ. ഓക്കെ, ഇനി ഞങ്ങൾ വായിക്കുകയാണ് എന്നെങ്ങനെ പറയും? മൂൾ ശബ്ദം എന്താണ്? വാത്സണേ. അതിൽ വാത്സ് എന്നത് റീറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അത്ത് ആഹോത്ത്. ഞങ്ങൾ എന്ന് വരുമ്പോൾ ആഹോത്ത് എന്നാണ് വരിക. ആഹേ ആഹോത്ത് ഇതൊക്കെ ആണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ പ്രോനൗണിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് അവിടെ മാറ്റം വരുത്തണം. ആഹേ എന്നത് ആഹോത്ത് എന്നാവും. അപ്പോൾ ഞങ്ങൾ വായിക്കുകയാണ് എന്ന് പറയാൻ ഞങ്ങൾ എന്നതിൻ്റെ പ്രോനൗൺ വാക്ക് ഏതാണ്? ആംഹി അല്ലേ, അത് നമ്മൾ പഠിച്ചതാണ്. ആംഹി വാത്സത്ത് ആഹോത്ത് എന്നാണ് പറയാം. വ്യത്യാസം കണ്ടുവോ?
മീ എന്ന് പറയുമ്പോൾ ഞാൻ, ഒരാളേ ഉള്ളൂ, ഞാൻ. അപ്പോൾ മീ വാത്സത്ത് ആഹേ, ആംഹി വാത്സത്ത് ആഹോത്ത്. ഞാൻ എന്ന് വരുമ്പോൾ വാത്സത്ത് ആഹേ. വാത്സത്ത് എന്നാണ് അപൂർണ വർത്തമാൻകാളിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്. വായിക്കുക ആണ് എന്ന് പറയാനാണ് ആഹേ യൂസ് ചെയ്യുന്നത്. മീ എന്ന് പറയുമ്പോൾ ആഹേ എന്ന് പറയണം. ആംഹി അല്ലെങ്കിൽ പ്ലൂരൽ വാക്ക് കാണിക്കാൻ വേണ്ടി, ഞങ്ങൾ എന്ന പ്ലൂരൽ വാക്ക് കാണിക്കാൻ വേണ്ടി വാത്സത്ത് ആഹോത്ത്, ആഹോത്ത് എന്നുള്ള വാക്കാണ് ആഡ് ചെയ്യേണ്ടത്. ആഹേ, ആഹോത്ത് എല്ലാം അർത്ഥം ആണ് എന്നാണ്. പക്ഷേ യൂസേജ് അനുസരിച്ച് വാക്കിന് മാറ്റങ്ങൾ വരും. മനസ്സിലായോ? ഇനി അടുത്ത പ്രോനൗൺ നോക്കാം. ആപ്പൺ. ആപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ടൈപ്പ് എന്താണ്? പ്ലൂരൽ, വി എന്നാണ് പറയുന്നത്. നമ്മൾ പ്ലൂരൽ വാക്കാണ് ആപ്പൺ. അപ്പോൾ വീണ്ടും അവിടെ ആണ് എന്ന് സൂചിപ്പിക്കാൻ ആഹോത്ത് എന്ന് വരും കേട്ടോ. അപ്പോൾ വാത്സണേ എന്ന മൂൾ ശബ്ദ് ചാലു വർത്തമാൻ കാളിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വാത്സത്ത് ആഹോത്ത്, ആഹോത്ത് ആണ്, വാത്സത്ത് എന്നാവും. പിന്നെ അതിൻ്റെ കൂടെ ആഹോത്ത് എന്ന് കൂട്ടണം. ആഹോത്ത് കൂട്ടാൻ കാരണം നമ്മൾ എന്നാണ് അവിടെ നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വായിക്കുകയാണ്. ആപ്പൺ വാത്സത്ത് ആഹോത്ത്. മനസ്സിലായോ? ഇനി അടുത്ത പ്രോനൗൺ തു. തു എന്ന് പറഞ്ഞാൽ ആൺകുട്ടി ആവാം, പെൺകുട്ടിയെയും സൂചിപ്പിക്കാം. തു, നീ എന്നാണ് അർത്ഥം. അത് ആൺകുട്ടിയെയും സൂചിപ്പിക്കാം, പെൺകുട്ടിയെയും സൂചിപ്പിക്കാം. നീ വായിക്കുകയാണ് എന്ന് പറയാൻ തു വാച്ചത്ത് ആഹേസ് എന്ന് വേണം പറയാൻ. ഞാൻ എന്ന് പറയുമ്പോൾ ആഹേ എന്ന് പറഞ്ഞാൽ മതി. നീ എന്ന് പറയുമ്പോൾ ആഹേസ് എന്നാണ് അവിടെ ആണ് എന്ന വാക്കിൽ വരുന്ന മാറ്റം. ഓക്കെ, അപ്പോൾ നീ വായിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി, ആൺകുട്ടിയോടായാലും പെൺകുട്ടിയോടായാലും പറയാൻ വേണ്ടി തു വാത്സത്ത് ആഹേസ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അടുത്ത പ്രോനൗൺ തുംഹി. നമ്മൾ പഠിച്ചതാണ്. തുംഹി എന്ന പ്രോനൗൺ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്തും പറയാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ സൂചിപ്പിക്കാനും ഉപയോഗിക്കാം. രണ്ട് സിറ്റുവേഷൻസിലും തുംഹി വാത്സത്ത് ആഹാത്ത് എന്നാണ് വരിക. നിങ്ങൾ വായിക്കുകയാണ് എന്ന് പറയാൻ. ഇത് മറക്കരുത്. നമ്മൾ ഏതിലാണ് ഇത് പഠിക്കുന്നത്? നമ്മൾ അപൂർണ വർത്തമാൻകാൾ അല്ലെങ്കിൽ ചാലു വർത്തമാൻകാൾ എന്ന ഫോമാണ് നമ്മൾ പഠിക്കുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസസ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ പ്രോനൗണിൻ്റെ ടൈപ്പ് ഇവിടെ എന്താണ്? പ്ലൂരലായിട്ടും യൂസ് ചെയ്യാം, റെസ്പെക്റ്റ് കൊടുത്തിട്ടും യൂസ് ചെയ്യാം തുംഹി എന്ന വാക്ക്. അപ്പോൾ തുംഹി വാത്സത്ത് ആഹാത്ത്. ഇവിടെ ആഹേ എന്നുള്ളത് ആഹേമല്ല, ആഹേസുമല്ല, ആഹോത്തുമല്ല, ആഹാത്ത് എന്നാണ് വരിക, ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ വായിക്കുകയാണ് എന്ന് ഒരു കൂട്ടം ആൾക്കാരോട് പറയാൻ തുംഹി വാത്സത്ത് ആഹാത്ത് എന്ന് യൂസ് ചെയ്യണം. ഇനി ഒരാളേ ഉള്ളൂ, പക്ഷെ ആ ആൾക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയുമ്പോൾ തുംഹി എന്നാണ് ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾ വായിക്കുകയാണ് എന്ന് നമുക്ക് നമ്മുടെ മുതിർന്ന ആളോടൊന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? തുംഹി വാത്സത്ത് ആഹാത്ത്. ഓക്കെ, ഇനി ഒരാൾക്ക് താങ്കൾ, മലയാളത്തിൽ നമ്മൾ താങ്കൾ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ആപ്പൺ. അപ്പോൾ ആപ്പൺ എന്ന വാക്ക് നമ്മൾ നേരത്തെയും കണ്ടു. അവിടെ നമ്മൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ആപ്പൺ യൂസ് ചെയ്തത്. അപ്പോൾ ആപ്പൺ എന്ന് പറയുമ്പോൾ ആപ്പൺ വാത്സത്ത് ആഹോത്ത് എന്ന് പറയണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ആപ്പൺ എന്ന വാക്ക് താങ്കൾ എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്തും കൊണ്ട് താങ്കൾ എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പൺ എന്ന് പറയുമ്പോൾ ആപ്പൺ വാത്സത്ത് ആഹാത്ത്. ഇവിടെ ആഹോത്ത് അല്ല വരിക, ആഹാത്ത് എന്നാണ് വരിക. ഓക്കെ, ആപ്പൺ വാത്സത്ത് ആഹാത്ത് എന്ന് പറഞ്ഞാൽ താങ്കൾ വായിക്കുകയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അവൻ, അവൾ എന്നീ പ്രോനൗൺസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചും കൊണ്ട് നമുക്ക് ചാലു വർത്തമാൻ കാൾ എങ്ങനെ പറയാം വാത്സനെ എന്ന റൂട്ട് വേർഡ് ഉപയോഗിച്ച് എന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ അവൻ വായിക്കുകയാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാം എന്ന് നോക്കാം. ഓക്കെ, അവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈപ്പ് എന്താണ്? മാസ്കുലൈൻ ജെൻഡറാണ്. ജെൻഡർ അനുസരിച്ചിട്ട് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതിവിടെ നോക്കാം നമുക്ക്. അവൻ എന്ന് പറയാൻ തോ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് പ്രോനൗൺസിൻ്റെ ക്ലാസ്സിൽ.
തോ വാത്സത് ആഹേ, അവൻ വായിക്കുകയാണ്. ഇവിടെ ആഹേ എന്ന് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വാത്സണേ എന്നതിലത്തെ നെ എന്നി എന്ന സ്പെല്ലിങ് മാറിയിട്ട് വാത്സത് ATH ആഡ് ചെയ്യണം. അത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മറാഠി അക്ഷരമല്ലല്ലോ നമ്മൾ പഠിക്കണത്, മറാഠി സംസാരിക്കാനല്ലേ പഠിക്കണത്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാത്സ് എന്ന വാക്ക്, വാത്സ് എന്നത് റീറ്റെയിൻ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ ATH എന്ന് എന്താ പറയുക, പ്രൊനൗൺസ് ചെയ്യുന്ന വാക്ക് വാത്സത്ത് എന്നുള്ളത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ആഹേ, ആണ് എന്നത് ചേർക്കുക. അപ്പോൾ വാത്സനെ എന്നത് വാത്സത്ത് എന്നാവും, അതിൻ്റെ കൂടെ ആഹേ, ആണ് എന്ന് ചേർക്കണം. തോ വാത്സത് ആഹേ. ഇനി ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും അത്? പ്രൊനൗൺ തീ എന്നാവും അല്ലേ? അവൾ വായിക്കുകയാണ് എന്ന് പറയാൻ തീ വാത്സത് ആഹേ. ഇനി മാസ്കുലൈൻ ജെൻഡറും അല്ല ഫെമിനൈൻ ജെൻഡറും അല്ല, ന്യൂട്ടർ ജെൻഡറിൽ പറയുമ്പോൾ എന്തായിരിക്കും? ഒരു കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മറാഠിയിലെ കൊച്ചുകുട്ടിക്ക് ജെൻഡർ അവർ കൊടുക്കില്ല, അവർ മൂൽ എന്നാണ് പറയുക. മൂൽ എന്ന വാക്കാണ് കൊച്ചുകുട്ടിക്ക് അവർ ഉപയോഗിക്കുക. അപ്പോൾ ഈ മൂൽ എന്നതിന് അവരുടെ ഇതിൽ അത് ന്യൂട്ടർ ജെൻഡറൽ ആണ്, ഫെമിനൈനും അല്ല മാസ്കുലൈനും അല്ല, ന്യൂട്ടർ ജെൻഡറാണ് അതിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കൊച്ചുകുട്ടി വായിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ തേ വാത്സത് ആഹേ എന്ന് വേണം പറയാൻ. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡ് നോക്കൂ. ഇവിടെ പ്ലൂറൽ ടൈപ്പാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാസ്കുലൈൻ ജെൻഡർ ആയാലും ഫെമിനൈൻ ആയാലും ന്യൂട്ടർ ആയാലും പ്ലൂറലായിട്ട് ബഹുവചനത്തിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ പറയണം, അഥവാ അപൂർണ വർത്തമാൻ കാളിൽ വാത്സനെ എന്ന മൂൽ വേർഡ് എങ്ങനെ യൂസ് ചെയ്യണം എന്നതാണ് ഈ സ്ലൈഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ മാസ്കുലൈൻ ജെൻഡറാണ് എന്ന് പറഞ്ഞാൽ ഇത് മറക്കരുത്, ഇത് സിംഗുലർ അല്ല, പ്ലൂറലാണ്. ഒന്നിൽ കൂടുതൽ ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ വായിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാൻ തേ വാചത് ആഹേത്ത് എന്ന് പറയണം. അതുപോലെ ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വായിക്കുകയാണ് എന്ന് ചാലു വർത്തമാൻ കാളിൽ പറയാൻ ത്യാ വാചത് ആഹേത്ത് എന്ന് പറയണം. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതിന് ജെൻഡർ ന്യൂട്ടർ ജെൻഡറാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളില്ലേ, കൊച്ചുകുട്ടി എന്ന് പറഞ്ഞില്ലേ ന്യൂട്ടർ ജെൻഡറിൽ, അത് തന്നെ കൊച്ചുകുട്ടികൾ എന്ന് പറയാൻ വേണ്ടി മുലേ എന്ന് പറയാം. അപ്പോൾ അവിടെ മുലേ എന്നതിൻ്റെ പ്രോനൗൺ യൂസ് ചെയ്യുമ്പോൾ തീ എന്ന പ്രോനൗണാണ് വരിക, തീ വാചത് ആഹേത്ത്. അപ്പോൾ ഇവിടെ നോക്കൂ, 3 എക്സാമ്പിൾസിലും 3 ഇൻസ്റ്റൻസസിലും പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും വാത്സണേ എന്നത് വാചത് എന്നായി. ചാലു വർത്തമാൻ കാളിൽ വാത്സത്ത് എന്നാണ് പറയുക. വാത്സണേ എന്നത് വാത്സത്ത് എന്നാവും. അതിൻ്റെ കൂടെ ആണ് എന്ന് സൂചിപ്പിക്കാൻ ആഹേത്ത് എന്ന വാക്കാണ് 3 കേസിലും ആഡ് ചെയ്തിരിക്കുന്നത്. അത് മറക്കരുത് കേട്ടോ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തേ വാചത്താഹേത്ത്, ത്യാ വാചത്താഹേത്ത്, തീ വാചത്താഹേത്ത്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും ഇങ്ങനെ മാറ്റി പറയാൻ പഠിക്കണം. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാലോ നമുക്ക്. ഖാണേ. ഖാണേ എന്ന മൂൾ ശബ്ദിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ് ആക്ഷൻ വേർഡ്സിൽ ഈ വാക്കും. കഴിക്കുക അല്ലെങ്കിൽ തിന്നുക എന്നൊക്കെയാണ് ഖാണേ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഖാണേ എന്ന വാക്ക് ചാലു വർത്തമാൻ കാളിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ആൺകുട്ടിയാണ് ഞാൻ കഴിക്കുകയാണ് എന്ന് പറയുന്നത് എങ്കിൽ ചാലു വർത്തമാൻ കാൾ അല്ലെങ്കിൽ അപൂർണ വർത്തമാൻ കാളിലാണിത് ഈ സെൻറ്റൻസ് വരുന്നത്. ഞാൻ കഴിക്കുകയാണ് എന്ന് പറയുമ്പോൾ മീ ഖാത്ത് ആഹേ എന്നാണ് പറയേണ്ടത്. ആഹേ എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഖാണേ എന്ന വാക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അഥവാ ചാലു വർത്തമാൻ കാളിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഖാ എന്നത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ കൂടെ ATH ആഡ് ചെയ്യുക. ഖാത്ത്, ഖാത്ത് ആഹേ എന്നതാണ് ഒരു ആൺകുട്ടി പറയുമ്പോൾ ഞാൻ കഴിക്കുകയാണ് എന്ന് പറയുമ്പോൾ വരിക. ഇത് തന്നെയാണ് ഒരു പെൺകുട്ടി പറയുമ്പോഴും വരിക. ഇനി നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുക, ആംഹി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം. അപ്പം ഞങ്ങൾ കഴിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്ത് പറയണം? ആംഹി ഖാത്ത് ആഹോത്ത്. അതുപോലെ നമ്മൾ, ആപ്പൺ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് നമ്മൾ എന്ന് പറയാൻ. നമ്മൾ കഴിക്കുകയാണ് എന്ന് പറയാൻ ആപ്പൺ ഖാത്ത് ആഹോത്ത്
എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ആണ് എന്ന വാക്കും ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ചാലു വർത്തമാൻ കാളിൽ ചേഞ്ച് ചെയ്യാൻ നേരത്ത് മൂൾ വേർഡിനെ മാത്രമല്ല ചേഞ്ച് ചെയ്യണത്, അതിൻ്റെ കൂടെ വരുന്ന ആണ് എന്നർത്ഥം വരുന്ന ആഹേ എന്ന വാക്കിനെയും ചേഞ്ച് ചെയ്യും. ഓക്കെ, അതും ശ്രദ്ധിക്കണം കേട്ടോ. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് ആഹേ എന്നത് സ്വയത്തിന് വേണ്ടി പറയാൻ നേരത്ത് ആഹേ എന്ന് പറയും. ഇനി അതേസമയം സ്വയം എന്നുള്ളത് പ്ലൂറലായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഞങ്ങൾ, നമ്മൾ എന്നൊക്കെ വാക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ ആഹോത്ത് എന്ന് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, ഇനി നീ കഴിക്കുകയാണ് എന്ന് ഒരാൺകുട്ടിയോടായാലും പെൺകുട്ടിയോടായാലും പറയുമ്പോൾ തു ഖാത്ത് ആഹേസ് എന്ന് വേണം പറയാൻ. അത് ഇനി നിങ്ങൾ കഴിക്കുകയാണ് എന്ന് ഒരു കൂട്ടം ആൾക്കാരോട് പറയുമ്പോൾ തുമി ഖാത്ത് ആഹാത്ത് എന്ന് വേണം പറയാൻ. ഇനി ഇതേ കാര്യം നിങ്ങൾ എന്ന് തന്നെ ഒരാളോട് റെസ്പെക്റ്റോട് കൂടി പറയാൻ നേരത്ത് നിങ്ങൾ കഴിക്കുകയാണ് എന്നൊരാളോട് റെസ്പെക്റ്റോട് കൂടി, അല്ലെങ്കിൽ നമ്മളിലും മുതിർന്ന ഒരാളോട് പറയാൻ നേരത്ത് തുംഹി ഖാത്ത് ആഹാത്ത് എന്ന് തന്നെയാണ് പറയുക. ഇനി അതേസമയം താങ്കൾ കഴിക്കുകയാണ് എന്ന് നമ്മൾ പറയാൻ നേരത്ത് ആപ്പൺ ഖാത്ത് ആഹാത്ത് എന്ന് വേണം പറയാൻ. ഇനി അവൻ കഴിക്കുകയാണ് എന്നെങ്ങനെ പറയാം? തോ ഖാത്ത് ആഹേ. അവൾ കഴിക്കുകയാണ് എന്നെങ്ങനെ പറയാം? തീ ഖാത്ത് ആഹേ. ഇത് രണ്ടും മാസ്കുലൈൻ ജെൻഡറും ഫെമിനൈൻ ജെൻഡറും. ഇനി ന്യൂട്ടർ ജെൻഡറിൽ പെട്ട ഒരു എക്സാമ്പിൾ നോക്കാം. തേ ഖാത്ത് ആഹേ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, മൂൽ കൊച്ചുകുട്ടിക്ക് ന്യൂട്ടർ ജെൻഡറാണ് കൊടുക്കുക. അപ്പോൾ ഒരു കൊച്ചുകുട്ടി കഴിക്കുകയാണ് എന്നെങ്ങനെ പറയാം? തേ ഖാത്ത് ആഹേ. ഇനി കുറച്ച് ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ്, അവർ കഴിക്കുകയാണ് എന്നെങ്ങനെ പറയാം? തേ ഖാത്ത് ആഹേത്ത് എന്ന് വേണം പറയാൻ. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അവരെല്ലാവരും പുരുഷന്മാരാണ്. അപ്പോൾ അത് സൂചിപ്പിക്കാൻ തേ എന്ന വാക്കാണ് ഉപയോഗിക്കുക. തേ ഖാത്ത് ആഹേത്ത്. അതുപോലെ പെണ്ണുങ്ങളാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാൻ ത്യാ ഖാത്ത് ആഹേത്ത് എന്ന് വേണം പറയാൻ. ഓക്കെ, ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അപ്പോൾ അത് ന്യൂട്ടർ ജെൻഡറിലാണ് വരിക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അവിടെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മൂൽ കൊച്ചുകുട്ടി, അപ്പോൾ കൊച്ചുകുട്ടികൾ കഴിക്കുകയാണ്, ഒന്നിൽ കൂടുതൽ കുട്ടിയുണ്ട്, കൊച്ചുകുട്ടികൾ കഴിക്കുകയാണ്. അപ്പം ജെൻഡർ എന്താണ് അവിടെ വരുന്നത്? ന്യൂട്ടറാണ് വരുന്നത്. ന്യൂട്ടർ ജെൻഡറിൽ ഇതേ കാര്യം പറയാൻ എങ്ങനെയാണ് പറയുക? തീ ഖാത്ത് ആഹേത്ത് എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും മറാഠിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് സാമാന്യ വർത്തമാൻ കാൾ എന്നും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന് അപൂർണ വർത്തമാൻ കാൾ അഥവാ ചാലു വർത്തമാൻ കാൾ എന്നും മറാഠിയിൽ പറയും. ഇനിയും കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യത്തത് മീ ഗാത്തോ. മീ ഗാത്തോ എന്നത് ഒരു സാമാന്യ വർത്തമാൻ കാളിൽ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ മലയാളത്തിൽ അർത്ഥം എന്താണ്? മീ ഞാൻ, ഗാത്തോ പാടുന്നു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആക്ഷൻ വേർഡ്സ് എല്ലാം തന്നെ നമ്മൾ ആക്ഷൻ വേർഡ്സിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയും ഒന്ന് നമ്മൾ പോയി നോക്കണം. ആ ആക്ഷൻ വേർഡ്സിൻ്റെ ക്ലാസ്സും ഒന്ന് ആദ്യം തന്നെ കേട്ട് നോക്കണം. വാക്കുകൾ ദൈനംദിന നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, മീ ഗാത്തോ ഞാൻ പാടുന്നു. ഇതിനെ അപൂർണ വർത്തമാൻ കാൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാക്കാം? മീ ഗാത്ത് ആഹേ. അടുത്തത് മീ വിചാർത്തോ. ഞാൻ ചോദിക്കുന്നു. വിചാർത്തോ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു എന്നാണ് അർത്ഥം. മീ വിചാർത്തോ ഞാൻ ചോദിക്കുന്നു. ഇത് സാമാന്യ വർത്തമാൻ കാൾ. ഇനി അപൂർണയിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യും? മീ വിചാരത്ത് ആഹേ ഞാൻ ചോദിക്കുകയാണ്. അടുത്തത് മീ ഷിക്തോ ഞാൻ പഠിക്കുകയാണ്. സാമാന്യ വർത്തമാൻ കാളിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇതിനെ അപൂർണ വർത്തമാൻ കാൾ എങ്ങനെയാക്കാം? മീ ഷിക്കത്ത് ആഹേ. ഓക്കെ, അടുത്തത് മീ ദേത്തോ. ദേത്തോ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു എന്നാണ് അർത്ഥം. ദേണേ കൊടുക്കുക, ദേത്തോ കൊടുക്കുന്നു. മീ ദേത്തോ ഞാൻ കൊടുക്കുന്നു. അത് ചാലു വർത്തമാൻ കാളിലാക്കുമ്പോൾ മീ ദേത്ത് ആഹേ എന്ന് വേണം പറയാൻ. അടുത്തത് മീ ഖേളുത്തോ. ഖേളുത്തോ എന്ന് പറഞ്ഞാൽ കളിക്കുന്നു എന്നാണ് അർത്ഥം.
മീ ഖേളുത്തോ എന്നത് സാമാന്യ വർത്തമാൻ കാളാണ്. ഇതിൻ്റെ മൂൾ ശബ്ദം ഖേളണേ എന്നാണ് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ മീ ഖേളുത്തോ എന്ന് പറഞ്ഞാൽ സാമാന്യ വർത്തമാൻ കാളിലായി ആ സ്റ്റേറ്റ്മെൻറ്റ്. അപൂർണ വർത്തമാൻ കാളിലാക്കാൻ മീ ഖേളത്ത് ആഹേ. കണ്ടു? അപ്പോൾ അവിടെ ഖേളണേ എന്നിലത്തെ ഖേള് എന്ന വാക്ക് മെയിൻറ്റെയിൻ ചെയ്തു. ഖേളത്ത് അത്ത് എന്നുള്ളത് കൂട്ടി ഖേളത്താക്കി അതിൻ്റെ കൂടെ ആണ് എന്നത് സൂചിപ്പിക്കാൻ ആഹേ എന്ന് ആഡ് ചെയ്തു. മീ ഖേളത്ത് ആഹേ. അടുത്തത് മീ ധാവ്തോ. ധാവണേ എന്ന് പറഞ്ഞാൽ ഓടുക എന്നാണ് അർത്ഥം. ധാവ്തോ. അപ്പോൾ ധാവണേ എന്നതിലത്തെ ധാവ് എന്നത് റീറ്റെയിൻ ചെയ്തു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അഥവാ സാമാന്യ വർത്തമാൻ കാളാക്കാൻ വേണ്ടി ധാവിൻ്റെ കൂടെ തോ ആഡ് ചെയ്തു. ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. മീ ധാവ്തോ സാമാന്യ വർത്തമാൻ കാൾ. ഇതിനെ അപൂർണ അല്ലെങ്കിൽ ചാലു വർത്തമാൻ കാൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റൻസിനെ മാറ്റുമ്പോൾ ധാവണേ എന്നത്തെ ധാവ് അങ്ങനെ തന്നെ വയ്ക്കുക. അതിൻ്റെ കൂടെ അത്ത് എന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ധാവത്ത് എന്നാവും. ആണ് എന്ന് പറയാൻ വേണ്ടി ആഹേ എന്നത് കൂട്ടുക. അപ്പോൾ മീ ധാവത്ത് ആഹേ, ഞാൻ ഓടുകയാണ്. മീ ധാവത്ത് ആഹേ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് പഠിപ്പിച്ചതെല്ലാം കുറച്ചൊക്കെ നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രോനൗൺസിൻ്റെ ക്ലാസ്, ആക്ഷൻ വേർഡ്സിൻ്റെ ക്ലാസ്, സാമാന്യ വർത്തമാനിൻ്റെ ക്ലാസ് ഇതൊക്കെ വീണ്ടും ഒന്നും കൂടെ പോയി നോക്കി ആ വീഡിയോസ് ഒന്നും കൂടെ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ വീഡിയോ കാണാൻ. എന്നാലേ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് മുമ്പത്തെ ക്ലാസ്സിലത്തെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. വീണ്ടും സമയം കിട്ടുന്നതിനനുസരിച്ച് മതി. പക്ഷേ പഠിക്കാൻ താല്പര്യമുള്ളവർ കുറച്ച് അതും കൂടി ചെയ്യണം കേട്ടോ ഇടയ്ക്കൊക്കെ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലോക്കലൈറ്റ്സിൻ്റെ കൂടെ സംസാരിക്കുക, TV ചാനൽസ്, മറാഠി ചാനൽസ് നോക്കുക, മറാഠി ന്യൂസ് കുറച്ചൊക്കെ കാണുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോസിൽ, ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ കൂടുതൽ പഠിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ കിട്ടും. ഓക്കെ, until we see next time, happy living guys.